നമുക്ക് പത്രങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് പ്രധാനമായിട്ടും പത്രങ്ങളിൽ ഇന്നത്തെ തലക്കെട്ടുകൾ നോക്കാനുള്ള സമയമേ ഇന്ന് നമുക്ക് അവശേഷിച്ചിട്ടുള്ളൂ. മനോരമയിൽ പ്രധാന വാർത്തയെ നൽകിയിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്ത തന്നെയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, കൊടിയിൽ കലങ്ങി എന്ന തലക്കെട്ടാണ് മനോരമ നൽകിയിരിക്കുന്നത്. രാജ്ഭവൻ പറയുന്നു, കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം. മന്ത്രി പി പ്രസാദ് പറയുന്നു, RSS പരിപാടികളിൽ ഉപയോഗിക്കുന്ന ചിത്രത്തിൽ പറ്റൂല എന്ന് പറയുന്നു. പരിസ്ഥിതി ദിനത്തിൽ കൊടിയില്ല, ചെടി പിടിപ്പിക്കട്ടെ എന്നാണ് പി പ്രസാദ് പറയുന്നത്. അതേസമയം ഗവർണർ ആ ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. കൊടി നട്ട വിവാദം എന്ന തലക്കെട്ടിലാണ് ആ ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷം ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതേസമയം മന്ത്രി പി പ്രസാദ് രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ച് സെക്രട്ടേറിയറ്റിൽ തൈതിടുന്നുണ്ട്. മറ്റേത് വാർത്തയാണ് മാതൃഭൂമിയിലുള്ളത്? മാതൃഭൂമി ലീഡ് ഇത് തന്നെയാണ്. രാജ്ഭവൻ വേദിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ, വിത്തിട്ട് വിവാദം എന്നാണ് തലക്കെട്ട്. പരിസ്ഥിതി ദിന ചടങ്ങ് മന്ത്രിയും സർക്കാരും ബഹിഷ്കരിച്ചു. സ്വന്തം നിലയ്ക്ക് ആചരിച്ച് ഗവർണറുടെ മറുപടി. ദേശാഭിമാനിയിൽ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ചിന്നസ്വാമി ദുരന്തത്തിലാണ്. അതിൽ പ്രതിസ്ഥാനത്ത് കർണാടക സർക്കാർ. പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് കോൺഗ്രസ് സർക്കാർ ദുരന്തം വിളിച്ചു വരുത്തി എന്നാണ് ദേശാഭിമാനിയുടെ ടേക്ക്. മാധ്യമത്തിൽ വിവരങ്ങൾക്ക് പൂട്ടിട്ട് കമ്മീഷൻ എന്ന തലക്കെട്ടിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേട്ടക്കാർക്ക് ആശ്വാസം എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ലെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഈ വിഷയത്തിൽ അത് അവസാനിച്ചു എന്നുള്ളത് മുങ്ങി. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ നിയമ നടപടികളും, അതിൽ കേസ് കൊടുത്ത് മൊഴി കൊടുക്കാൻ തയ്യാറായവരുടെ കേസ് മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം അവസാനിക്കുകയാണ്. ഇനി അതിനുള്ളിലുള്ളതും അതിന് പുറത്തുള്ളതുമായ കാര്യങ്ങളിൽ ചർച്ചയാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാർവതി തിരുവോത്തേക്ക് അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത മാതൃഭൂമിയിൽ അത് പറഞ്ഞു പോവാം. നമ്മുടെ ഈ മുങ്ങിയ കപ്പല്, കൊച്ചിക്ക് സമീപം മുങ്ങിയ MSC എൽസ 3 കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളതെന്നും അവ കടലിൽ കലർന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങൾ സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വാർത്തയുള്ളത് മനോരമയിൽ ഹജ്ജ് പുണ്യത്തിൽ തീർത്ഥാടകർ എന്ന തലക്കെട്ടിൽ ഇന്നലെ ഹജ്ജ് കർമ്മത്തിന് സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി ഒത്തുകൂടിയ തീർത്ഥാടകർ കാരുണ്യത്തിന്റെ മലയെന്നറിയപ്പെടുന്ന ജബലുർ ഹുമയിൽ ഒത്തുകൂടിയ ചിത്രം കൂടി മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം കടലിൽ 52 ദിവസം ട്രോളിംഗ് നിരോധനം എന്നൊരു വാർത്തയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയുമാണ് അവധി, സർക്കാർ ഓഫീസുകൾക്ക് അവധിയില്ല എന്ന വാർത്തയും മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്നത്തെ പത്രങ്ങളിലുള്ള ലീഡിംഗ് വാർത്തകൾ എന്ന് പറയുന്നത്.